നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 22/4/2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 9-ാം തീയതി ചൊവ്വാഴ്ചയും തിരുവോണം നക്ഷത്രവും കൃഷ്ണപക്ഷ നവമി തിഥിയും വരുന്ന ദിവസം, ഉത്തരായനകാലം വസന്ത ഋതുവിൽ വൈശാഖമാസം, അതായത് 1947 ശകവർഷപ്രകാരം വൈശാഖമാസം 2-ാം തീയതി സൂര്യോദയം 5:56 AM-നും സൂര്യാസ്തമനം 6:19 PM-നും രാഹുകാലം 3:13 മുതൽ 4:46 വരെയും ഗുളികകാലം 12:07 മുതൽ 1:40 വരെയും യമകണ്ഠകാലം 9:01 മുതൽ 10:34 വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:43 മുതൽ 12:05 വരെയും 12:09 മുതൽ 12:31 വരെയും. ചന്ദ്രാഷ്ടമം മിഥുനം രാശിക്കാർക്ക്. ചൊവ്വാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൽഫലങ്ങളും നൽകും. പ്രത്യേകിച്ചും മേടമാസത്തിലെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഭദ്രകാളി അമ്മയെയും കുടുംബ പരദേവതയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും. ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത്, ചുവന്ന പൂക്കൾ ഭദ്രകാളി അമ്മയ്ക്ക് സമർപ്പിക്കുന്നതൊക്കെ എല്ലാ നന്മകളും പ്രദാനം ചെയ്യുന്നതാണ്. സൂര്യൻ മേടൻ രാശിയിലും ഉദയം മീനത്തിലാണ്, പിന്നീട് മേടത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്നത് മകരൻ രാശിയിൽ, അതുപോലെ തന്നെ ചൊവ്വ നിൽക്കുന്നത് കർക്കിടകത്തിൽ, ബുധൻ മീനത്തിൽ, ഗുരു ഇടവത്തിൽ, ശുക്രനും മന്ദനും സർപ്പിയും മീനൻ രാശിയിൽ, കേതു കന്നിയിൽ. അങ്ങനെ ഗുളികോദയമാവട്ടെ കർക്കിടകം രാശിയിലാണ്. അപ്പം ഇങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരക്രമം. ഈ സഞ്ചാരക്രമത്തെ അടിസ്ഥാനമാക്കി 27 നക്ഷത്രക്കാരുടെയും, അതായത് 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളൊന്ന് നമുക്ക് പരിശോധിക്കാം. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പുരോഗതിയും മക്കളുടെ കാര്യത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും. വരുമാനം വർദ്ധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുന്നതിനുള്ള യോഗം കാണുന്നു. ജോലി കിട്ടാതിരുന്നവർക്ക് ജോലിക്കുള്ള ഒരു ഓർഡർ വരുന്നതിനുള്ള സാധ്യത കാണുന്നു. വാഹനഭാഗ്യം വന്നു ചേരുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയമുണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു. തീരുമാനങ്ങൾ വൈകാതെ ഉണ്ടാവുന്നതാണ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ ഒക്കെ വന്നു ചേരുന്നതിന് യോഗം കാണുന്നു. പല വിധത്തിൽ ധനം വന്നു ചേരുന്നതിനുള്ള അവസരമാണ്. അധികാര പദവി വർദ്ധിക്കുന്നു. വാഹനം, വസ്ത്രം, ആഭരണമൊക്കെ വാങ്ങാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങളും ബഹുമതിയും ഒക്കെ വന്നു ചേരും. വിനയാന്വിതമായ പെരുമാറ്റത്താൽ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ പ്രീതി പിടിച്ചുപറ്റും. ഏത് കർമ്മരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച്, ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിച്ച്, കുടുംബ പരദേവതയ്ക്ക് ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് കാലം പ്രയോജനകരമായി മാറുന്നതാണ്. സാമൂഹികമായ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനുള്ള യോഗം കാണുന്നു. പല മേഖലകളിലും ഉയർന്ന സാഹചര്യങ്ങൾ അനുഭവപ്പെടും. പ്രവർത്തന രംഗത്ത് സജീവമായ മാറ്റങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കാതെ നല്ല അവസരങ്ങൾ കൈവരും. തൊഴിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാകും. സാമ്പത്തികമായി മെച്ചപ്പെടുന്നതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നതാണ്. എല്ലാവിധ മനപ്രയാസങ്ങളും മാറിക്കിട്ടും. സന്താനങ്ങളുടെ കാര്യത്തിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്ന
എടുക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഉന്നതന്മാരുടെ പ്രശംസയൊക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഗുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്ന സമയമാണ്. പ്രശസ്തിയും കീർത്തിയും പരോപകാര തൽപരതയും ഒക്കെ ലഭിക്കും. ഏറെക്കാലമായി ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി ചെയ്തു തീർക്കുവാനുള്ള അവസരം വന്നു ചേരും. അമിത ചെലവൊക്കെ മാറി സാമ്പത്തിക പരാധീനത ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കും. വിശ്രമമില്ലാത്ത അധ്വാനം കൊണ്ട് കുറച്ച് കാര്യപ്രാപ്തിയൊക്കെ ഉണ്ടാവുമെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അകാരണമായി കോപിക്കുകയോ പരിഭവിക്കുകയോ ചെയ്യാതിരിക്കുക. എപ്പോഴും നമഃശിവായ ജപിച്ച് മനസ്സിനെ ശാന്തമാക്കുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വളർത്തുന്ന അനുഭവങ്ങൾ വന്നു ചേരും. രോഗദുരിതങ്ങളിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കും. വലിയ പദ്ധതികൾക്കായി പണം ചെലവഴിക്കുന്നതിന് തയ്യാറെടുക്കും. സമ്മർദ്ദമൊക്കെ കുറഞ്ഞ് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ്. പൊതുപ്രവർത്തകർ അവരുടെ കർമ്മരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. എടുത്തുചാട്ടവും സാഹസികതയും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുമ്പോൾ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിനോദയാത്രകളൊക്കെ സംഘടിപ്പിക്കുകയും അതുവഴി അല്പം ധനം വന്നു ചേരുകയും ചെയ്യും. വ്യവസായം ലാഭത്തിൽ വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു. വേണ്ടപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറും. ആരോഗ്യം തൃപ്തികരമാവും. കടബാധ്യതകളെല്ലാം തീരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും. നിർത്തിവച്ചിരുന്ന വീട് പണി പുനരാരംഭിക്കുകയും ആത്മവിശ്വാസം വളർത്തി തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതിനായി രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വഴി, ശ്രീരാമസ്വാമിക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വഴി, നരസിംഹസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാവിധ ഉയർന്ന അധികാര പദവിയോ സ്ഥാനമാനങ്ങളോ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് പ്രതീക്ഷിച്ചതിലുമധികം ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകും. പ്രതീക്ഷിക്കാത്ത നല്ല അവസരങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങളെ തൊഴിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനുള്ള തന്ത്രങ്ങൾ മെനയും. സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശാരീരിക പ്രയാസങ്ങളൊക്കെ കുറഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കും. അപ്രതീക്ഷിത സംഭവങ്ങളോടെ സന്തോഷം വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും. പ്രവാസികളിൽ നിന്ന് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കും. വസ്തുവിൽപ്പന സാധ്യമാകും. സമ്മർദ്ദങ്ങളെല്ലാം കുറഞ്ഞ് മനസ്സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനമുണ്ടാകും. ആത്മവിശ്വാസം വളർത്തുന്ന അനുഭവങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി ചെയ്യുവാനും അതുവഴി മനസ്സംതൃപ്തി അനുഭവിക്കാനും യോഗം കാണുന്നു. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭദ്രകാളിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സന്തോഷമുള്ള ദിവസമായി തീരുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പഠനകാര്യങ്ങളിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവസരങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള യോഗം കാണുന്നു. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. സാഹസികത അല്പം വർദ്ധിക്കുന്ന സമയമാണ്. ബന്ധങ്ങൾ കൂട്ടിയിണക്കുവാനാവും. പിണങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു പോകാൻ തുടങ്ങിയ ബന്ധങ്ങളെ ഇണക്കി ചേർക്കുവാനായി സാധിക്കും. വീട് പണി തുടങ്ങുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വേണ്ടപ്പെട്ടവരുമായുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനാ യോഗം ചേരും. കർമ്മരംഗത്ത് ഉയർന്ന പദവികൾ തേടി വരും. ചെലവുകൾ നിയന്ത്രിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം പറഞ്ഞ് പരിഹരിക്കപ്പെടും. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ തീരും. കഴിവുകളെല്ലാം അംഗീകരിക്കപ്പെടും.
പഠനകാര്യത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറി കർമ്മരംഗം കൂടുതൽ ശോഭനമായി തീരുന്നതിന് കർമ്മനാധിപനായ ശനീശ്വരനെയും സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കന്നിക്കൂറ്, സമ്പത്തും ഗൃഹത്തിൽ ഐശ്വര്യവും ഉണ്ടാകും. പുത്രകളത്രാദികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്നതിനുള്ള യോഗം വന്നു ചേരും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. നല്ല ജോലി ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ജോലിയിൽ ഉയർന്ന പദവി ലഭിക്കുവാനുള്ള റെക്കമെൻഡേഷനുകൾ ഉണ്ടാകും. സഹായികൾ, വാഹനം ഇവയ്ക്കൊക്കെ സാധ്യതകൾ വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് സഹായങ്ങളുമായി ആരെങ്കിലുമൊക്കെ എത്തിച്ചേരാം. അതുപോലെ നല്ല വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗം കാണുന്നു. സർക്കാരിൽ നിന്നും ബഹുമതികളോ സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. പുതിയ ഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ടാകും. കുടുംബാംഗങ്ങൾക്ക് സൗഖ്യം വന്നു ചേരുന്നതാണ്. എഴുത്തിൻ്റെയും അച്ചടിയുടെയൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ കുറച്ച് ഭംഗിയായി ചെയ്യുന്നതിനുള്ള അവസരം വന്നു ചേരും. പിതൃക്കൾക്ക് അത്യാവശ്യ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതാണ്. രക്ഷിതാക്കളുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃതുല്യരായവരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അധിക സഞ്ചാരം ആവശ്യമായി വരും. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നന്നായി ചെയ്യുന്നത് വഴി കർത്തവ്യബോധവും കർമ്മനിരതയും കൊണ്ട് കാര്യങ്ങളെല്ലാം ഗംഭീരമായി മുന്നോട്ട് പോകും. രാശിനാഥയായ മഹാലക്ഷ്മി മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം കുടുംബത്തിൽ വന്നു ചേരാനിരിക്കുന്ന എല്ലാ കഷ്ടതകളും മാറി സന്തോഷവും സമാധാനവും നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ബുദ്ധി അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് വഴി കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുവാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങണമെന്നുള്ള ആശയം മനസ്സിലുദിക്കും. ആധുനികങ്ങളായ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ആലോചനയും ഉണ്ടാകും. ലോകകാര്യങ്ങളിലും വിദ്യകളിലുമൊക്കെ അറിവ് സമ്പാദിക്കും. കലകളിൽ നല്ല ജ്ഞാനം നേടും. നല്ല പെരുമാറ്റം കാരണം ജനസമ്മതിക്ക് യോഗം കാണുന്നു. പുതിയ സംരംഭങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തടസ്സം വരാം. ബന്ധുനാശമൊക്കെ വരാനുള്ള യോഗം കാണുന്നുണ്ട്. അതുവഴി ശത്രുപീഡയൊക്കെ വർദ്ധിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. അപവാദ ഭയമൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. ആവശ്യത്തിലധികം പണം ചിലവഴിക്കേണ്ട സന്ദർഭങ്ങളെ വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. പിതാവുമായ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിന് അസുഖമോ കൈകാലുകൾക്ക് ക്ഷീണമോ തളർച്ചയോ വരാതിരിക്കുവാനും വേണ്ടത്ര കരുതലെടുക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ദേഷ്യമൊക്കെ ഒഴിവാക്കി സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തേടുന്നതും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം പണം വന്നു ചേരുവാനുള്ള യോഗവുമുണ്ട്. സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതോടൊപ്പം തന്നെ തൊഴിൽ രംഗത്തെ പ്രകടനങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. സൗഹൃദങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പുതിയ പ്രോജക്റ്റുകൾ തയ്യാറാക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു വരും. തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. വ്യക്തിപരമായ ആഗ്രഹങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കും. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനായി ശ്രമിക്കും. കുടുംബാംഗങ്ങളെ ജോലിസ്ഥലത്ത് കൊണ്ടുപോകാനുള്ള തീരുമാനം വിജയിക്കും. മനസ്സ് ശാന്തമാകും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുനരെടുത്ത് ചെയ്ത് അതുവഴി കർമ്മ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ധനസമ്പാദനത്തിനുള്ള മാർഗം തെളിഞ്ഞു വരികയും ചെയ്യും. തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്. ഇഷ്ടജനങ്ങളുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി ധാരാളം മാനസിക സന്തോഷം ലഭിക്കുന്നതാണ്. ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നത് വഴി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിന്ന് കിട്ടും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷമുണ്ടാക്കുവാൻ ശ്രമിക്കുമെങ്കിലും വിജയിക്കണമെന്നില്ല. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. സൽക്കർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കും. ശാരീരിക പ്രയാസങ്ങളൊക്കെ കുറയും. എന്നിരുന്നാൽ പോലും തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങൾ വന്നു ചേരും.
ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം. തർക്കങ്ങൾ, ജാമ്യം ഇവയൊക്കെ മധ്യസ്ഥത ഇവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും നന്നായിരിക്കും. മകരം രാശി എന്ന് പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ്. ജോലി കിട്ടാതെ ഇരിക്കുന്നവർക്ക് ജോലി കിട്ടുവാനുള്ള യോഗം ലഭിക്കും. വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം വന്നു ചേരുന്നതാണ്. മേലധികാരികളിൽ നിന്ന് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാം. ചിലപ്പോൾ നോട്ടീസുകളൊക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. വിവാഹ കാര്യങ്ങളിലും പ്രണയത്തിലുമൊക്കെ തടസ്സങ്ങൾ വരാം. കുടുംബത്തിൽ അനാവശ്യ വാക്കുതർക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കുവാനായി ശ്രമിക്കണം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ തന്നെ മുതിർന്നവർ ബുദ്ധി ഉപയോഗിച്ച് ക്ഷമയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. പഠിച്ച കാര്യങ്ങളെല്ലാം അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരുന്നതാണ്. ആ അവസരങ്ങളെ പൂർണ്ണമായി വിനിയോഗിക്കുക. സഹകരണത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയും. വിശ്വസ്തർ വഴി ചതി വരാതെ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുന്നതാണ്. കിംവദന്തികൾ സൃഷ്ടിക്കലിൽ നിന്നൊരു ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്ക് കിട്ടിയ അവസരങ്ങൾ പരിപൂർണമായി വിജയിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട്. ഈ ചിട്ടിയൊക്കെ കിട്ടുവാൻ യോഗമുള്ളതുകൊണ്ട് മനസ്സ് തുറന്ന് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥനായ ധർമ്മശാസ്താവിനെയും ആഞ്ജനേയ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ നിലനിന്ന് കിട്ടുന്നതാണ്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമാണ്. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു ചേരും. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം നല്ല സമയമാണ്. ഉന്നതന്മാരുടെ പ്രശംസയൊക്കെ കിട്ടുന്ന സമയമാണ്. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അവരുടെ ആവശ്യപ്രകാരം മാത്രം ഇടപെടുന്നത് നന്നായിരിക്കും. ആരോഗ്യം മെച്ചപ്പെടും. ബന്ധുമിത്രാദികളുമായി തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കും. ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിക്കും. ബന്ധുജനങ്ങളുടെ ഇടയിൽ ചില നല്ല അവസരങ്ങൾ വന്നു ചേരുന്നത് പരമാവധി വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കേസുകളും വഴക്കുകളും അനുകൂലമായി പ്രവർത്തിക്കുന്നതിന് പരമാവധി പ്രയോജനപ്പെടുത്തുക. അശുഭ ചിന്തകൾ ഒഴിഞ്ഞു കിട്ടും. ഉത്തരവാദിത്വത്തിൽ കൂടുതൽ കൃത്യത പുലർത്തും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി രാശിനാഥനായ വിഷ്ണുസ്വാമി, ചത്തൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, ആഞ്ജനേയ സ്വാമിക്ക് നാളികേരം കെട്ടി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഭദ്രകാളിക്ക് ഭദ്രകാളി 10 ജപിക്കുന്നത്, ഭദ്രകാളി സ്തവം ചൊല്ലുന്നത്, ഭദ്രകാളിയമ്മയെ ഉപാസിക്കുന്നത്, ഉപാസനാ ബലം കൂട്ടുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായമാകും. വരാഹി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നതാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങൾ, പലതരത്തിലുള്ള അഭിപ്രായങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു പൊതു തീരുമാനത്തിൽ എത്തിച്ചേരും. മക്കളുടെ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുവാനാവും. ബന്ധുമിത്രാദികളുമായുള്ള അഭിപ്രായ ഐക്യം ഉണ്ടാകും. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും. അധികാരികളുടെ പ്രീതി നേടും. കർമ്മപരമായി അത്യധികം പ്രയോജനപ്പെടുന്ന സമയമാണ്. ആരോഗ്യകാര്യത്തിൽ അല്പശ്രദ്ധ ആവശ്യമാണ്. വാഹനങ്ങളുടെ ക്രയവിക്രയത്തിലുമൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. തൊഴിൽ മാറ്റത്തിന് ശ്രമിച്ചാൽ അതിനുള്ള മാർഗം തെളിഞ്ഞു വരും. അഭിമാനകരമായ ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. വളരെ ആഗ്രഹിച്ച് കാര്യങ്ങൾ ചെയ്യുകയും അതുവഴി തടസ്സങ്ങളെല്ലാം മാറി സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനാവും. കടബാധ്യതകൾ തീർന്നു കിട്ടും. കർമ്മരംഗത്ത് കൂടുതൽ അഭിവൃദ്ധി വന്നു ചെന്നതിന് കർമ്മമേഖല വിപുലപ്പെടുത്തും. വീടിൻ്റെ കേടുപാടുകൾ തീർക്കും. ആളുകളെ പെട്ടെന്ന് സ്വാധീനിച്ച് കാര്യസാധ്യത ഉണ്ടാക്കും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കും. ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്തി എല്ലാവിധ കർമ്മമേഖലയിലും അവനവൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വിജയസാധ്യതയും വന്നു ചേരും. അങ്ങനെ സാമ്പത്തിക മെച്ചവും
മനസ്സമാധാനം വന്നു ചേരും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം അനുഗ്രഹത്തിൽ വന്നു ചേരുന്നതാണ്. ഭദ്രകാളി 10 ജപിക്കുകയും ഭദ്രകാളി അമ്മയെ സ്തുതിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിർന്ന് കിട്ടും. 27 നക്ഷത്രക്കാർക്കും ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത്, ഭദ്രകാളി 10 ജപിക്കുന്നത്, കാളികാളി മഹാകാളി എന്ന മൂലമന്ത്രം ഉപാസിച്ചുകൊണ്ട് ഉപാസനാബലം കൂട്ടുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് കാരണമാകും. എല്ലാവർക്കും എല്ലാം നല്ല നന്മകൾ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.